ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ കേരളത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. റോഡ്, റെയിൽ മേഖലകളിൽ സംസ്ഥാനത്തിന് പിന്തുണ നൽകി വരുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആശാവർക്കർമാരുടെ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാരിന് അനുഭാവപൂർണ്ണമായ സമീപനമാണുള്ളതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. വിദ്വേഷ പരാമർശത്തിൽ മുൻ എംഎൽഎ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സിപിഐഎം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ അന്തരിച്ചു. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്ര നേട്ടം കുറിച്ച് കേരളം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. നിക്ഷേപ രംഗത്ത് ചരിത്രപരമായ മുന്നേറ്റങ്ങളാണ് കേരളത്തിലുണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് വ്യവസായം ആരംഭിക്കാനുള്ള അനുമതികളിൽ കാലതാമസമുണ്ടാകില്ലെന്നും ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. Kerala's investment scenario is in the cusp of history. We are witnessing progress and change for the better in our investment arena. Kerala, the state which has become a noteworthy example of achieving a high score in human development indicators, is now taking a leap towards achieving the status of an investment hub. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ തുടങ്ങിയ പ്രമുഖർ ഇന്ന് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തു. കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, യുഎഇ, ബഹ്റൈൻ മന്ത്രിമാർ, നയതന്ത്ര പ്രതിനിധികൾ, എം എ യൂസഫ് അലി, കരൺ അദാനി ഉൾപ്പെടെയുള്ള വ്യവസായ പ്രമുഖർ തുടങ്ങിയവരും 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ റോഡ് വികസനത്തിന് ആക്കം കൂട്ടുന്ന 31 പുതിയ പദ്ധതികൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. കോഴിക്കോട് പാലക്കാട് പാത 4 വരിയായി വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ 3 മാസത്തിനകം ആരംഭിക്കും. പാലക്കാടിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന റോഡ്, വടക്കൻ കേരളത്തെ കോയമ്പത്തൂരിലെ വ്യവസായ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന പാത, തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് തുടങ്ങിയവയാണ് 50,000 കോടി രൂപ ചെലവിൽ ഒരുങ്ങുന്ന പദ്ധതികളിൽ ചിലത്. ആയുർവേദം, ടൂറിസം മേഖലകളുടെ സാധ്യതകൾ കണക്കിലെടുത്ത് സംസ്ഥാനത്തെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും ശ്രീ ഗഡ്കരി അറിയിച്ചു. കേരളത്തിന്റെ റോഡ്, റെയിൽ മേഖലകളിൽ കേന്ദ്ര സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകി വരുന്നതായി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാരിന് അനുഭാവപൂർണ്ണമായ സമീപനമാണുള്ളതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ആശാവർക്കർമാരായിട്ടുള്ള സഹോദരിമാരോട് ഗവൺമെന്റിന് വളരെ അനുഭാവമായ സമീപനമാണുള്ളത്. സമരം ചെയ്യുന്നതിന് ഓരോ സംഘടനകൾക്കുള്ള അല്ലെങ്കിൽ വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിനകത്ത് എങ്ങനെയാണ് ഗവൺമെന്റ് കണ്ടത്? അവരുമായിട്ട് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. അതിനുശേഷം ചില തീരുമാനങ്ങൾ വന്നു. ആ കാര്യം ജനങ്ങൾക്ക് മനസ്സിലാവും, മഹാഭൂരിപക്ഷം വരുന്ന ആശാപ്രവർത്തകർക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ കരുതുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിനകത്ത് വളരെ തുറന്ന സമീപനമാണ് എടുത്തേക്കുന്നത്. വിദ്വേഷ പരാമർശത്തിൽ മുൻ എംഎൽഎ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ടെലിവിഷൻ ചർച്ചയ്ക്കിടെ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ട പോലീസ് എടുത്ത കേസിലാണ് നടപടി. കോട്ടയം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പി സി ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്തെ 30 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച നടക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം, അഞ്ചൽ, കൊട്ടറ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, കൊട്ടാരക്കര, പത്തനംതിട്ട, മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റികളിലെ ഓരോ വാർഡുകൾ, 24 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. വാർഡുകളിൽ സജീവ പ്രചാരണം തുടരുകയാണ്. വോട്ടെണ്ണൽ ഫെബ്രുവരി 25-ന് നടക്കും. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മേഖലയിലെ ഗോത്രവർഗ്ഗ ഉന്നതികളിലെ ഗർഭിണികൾക്ക് പോഷകാഹാരം വീടുകളിൽ എത്തിച്ചു നൽകണമെന്ന് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ. മലമ്പുഴ മേഖലയിലെ വിവിധ ഗോത്രവർഗ്ഗ ഉന്നതികളിൽ സന്ദർശനം നടത്തുകയായിരുന്നു കമ്മീഷൻ. മതിയായ രേഖകൾ ഇല്ല എന്ന കാരണത്താൽ ജനനി സുരക്ഷാ പദ്ധതി പ്രകാരം ലഭിക്കുന്ന പ്രസവാനുകൂല്യം മുടക്കരുതെന്നും രേഖകൾ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
സിപിഐഎം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ക്യാൻസർ ബാധിതനായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. മൃതദേഹം നാളെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലും ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം മറ്റന്നാൾ നടക്കും. എ വി റസലിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റായി എം ശിവപ്രസാദിനെയും സെക്രട്ടറിയായി സഞ്ജീവ് PS നെയും തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് ചേർന്ന 35ാമത് എസ്എഫ്ഐ സംസ്ഥാന സമ്മേളനമാണ് പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുത്തത്. 80 അംഗ സംസ്ഥാന കമ്മിറ്റിയും നിലവിൽ വന്നു. മലമ്പുഴയിലെ വെള്ളം മദ്യനിർമ്മാണ കമ്പനിക്ക് നിയമവിരുദ്ധമായി അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. പാലക്കാട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിരപ്പള്ളി വനമേഖലയിൽ നിന്നും മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കോടനാട് ആന പരിപാലന കേന്ദ്രത്തിലെത്തിച്ച കാട്ടാന ചരിഞ്ഞു. ആനയെ മയക്കുവെടിവെച്ച് പിടിച്ച ശേഷം വിദഗ്ധ ചികിത്സ ഉറപ്പാക്കിയിരുന്നു. മസ്തകത്തിൽ കണ്ടെത്തിയ ഒരടിയോളം ആഴത്തിലുള്ള മുറിവ് മറ്റൊരു ആനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഉണ്ടായതാണെന്ന് ചികിത്സിച്ച ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ ജീവജാല സർവേക്ക് തുടക്കമായി. കേരള വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായാണ് സർവേ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ വന്യജീവികളെയും ചിത്രശലഭങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുജീവികളെയും കുറിച്ചുള്ള പഠനം നടത്തുന്നത് വഴി കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ആവാസ വ്യവസ്ഥയുടെ തകർച്ച മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തി നടപ്പിലാക്കുകയാണ് ലക്ഷ്യം. ചെമ്പകശ്ശേരി, വൈരമണി, വാഗവനം, കിഴുകാനം, കെട്ടുചിറ, കൊന്നമഴി, മേമാരി എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് സർവേ. 3 ദിവസം നീണ്ടുനിൽക്കുന്ന സർവേയിൽ വനംവകുപ്പ് ജീവനക്കാരും ട്രാവൻകൂർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിലെ അംഗങ്ങളും ഉൾപ്പെടെ 70ഓളം ആളുകളാണ് പങ്കെടുക്കുന്നത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്ര നേട്ടം കുറിച്ച് കേരളം. സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് കേരളം ഇതാദ്യമായി ഫൈനലിൽ പ്രവേശിച്ചു. 1ാം ഇന്നിംഗ്സിലെ 2 റൺസ് ലീഡാണ് കേരളത്തെ ഫൈനലിൽ എത്തിച്ചത്. കേരളം ഉയർത്തിയ 457 റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് സ്കോർ പിന്തുടർന്ന ഗുജറാത്ത് 455 റൺസിന് പുറത്തായിരുന്നു. 2ാം ഇന്നിംഗ്സിൽ കേരളം 4 വിക്കറ്റിൽ 114 റൺസ് എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഇരു ക്യാപ്റ്റന്മാരും സമനിലയ്ക്ക് സമ്മതിക്കുകയായിരുന്നു. 1ാം ഇന്നിംഗ്സിൽ പുറത്താവാതെ 177 റൺസ് നേടിയ മുഹമ്മദ് അസ്റുദ്ദീനാണ് കളിയിലെ താരം. ബുധനാഴ്ച ആരംഭിക്കുന്ന ഫൈനലിൽ കേരളം വിദർഭയെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു FCയെ നേരിടും. രാത്രി 7:30 ഷില്ലോങ്ങിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 424 പോയിന്റ് നഷ്ടത്തിൽ 75,311ലും നിഫ്റ്റി 117 പോയിന്റ് നഷ്ടത്തിൽ 22,795ലും വ്യാപാരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള കീം 2025 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലൂടെ മാർച്ച് 10 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസരം. പ്രസിദ്ധമായ പൊന്ന്യത്തങ്കം തലശ്ശേരി ഏഴരക്കണ്ടത്തിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 22 കളരിപ്പയറ്റ് സംഘങ്ങൾ പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി ക്യാൻസർ അതിജീവിതരുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമം നാളെ കോഴിക്കോട് സംഘടിപ്പിക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിപാടിയിലൂടെ രോഗമുക്തരുമായി സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ കേരളത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. റോഡ്, റെയിൽ മേഖലകളിൽ സംസ്ഥാനത്തിന് പിന്തുണ നൽകി വരുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആശാവർക്കർമാരുടെ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാരിന് അനുഭാവപൂർണ്ണമായ സമീപനമാണുള്ളതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. വിദ്വേഷ പരാമർശത്തിൽ മുൻ MLA PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി A V റസൽ അന്തരിച്ചു. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്ര നേട്ടം കുറിച്ച് കേരളം ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.